The Voice of Heaven, a Christmas Message 2021. സ്വർഗീയ ശബ്ദം 2021 ഒരു ക്രിസ്മസ് സന്ദേശം. ആനന്ദം എന്നത് ദൈവത്തിൻ്റെ ആത്യന്തിക ഭാവമാണ്. അതിനാൽ തന്നെ ദൈവം നിത്യാനന്ദത്തിൻ്റെ മഹാസമുദ്രമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ആ ആനന്ദം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അപ്പോൾ ആനന്ദത്തിലായിരിക്കുക എന്നതിന് അർത്ഥം ദൈവത്തിലായിരിക്കുക എന്നതാണ്. ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. സത്യം കൊണ്ട് മനസ്സും, സ്നേഹം കൊണ്ട് ഹൃദയവും, സേവനം കൊണ്ട് ജീവിതവും സമ്പന്നമാകുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. പൂർണ്ണ ആരോഗ്യത്തിൻ്റെയും ദീർഘായുസ്സിൻ്റെയും രഹസ്യം സന്തോഷമാണ്. ലോകം നൽകുന്ന സന്തോഷത്തെക്കാളും ഉന്നതവും ഉദാത്തവുമായ ഒരു സന്തോഷം തന്നെയാണ് ദൈവം മനുഷ്യന് എന്നും നൽകിക്കൊണ്ടിരിക്കുന്നത്. സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നു: അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഈ സ്വർഗീയ സന്തോഷം നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ദൈവത്തെ അറിയുന്നവർക്കും നിസ്വാർത്ഥമായി മനുഷ്യനെ സ്നേഹിക്കുകയും സേവിക്കുന്നവർക്കും ഉള്ളതാകുന്നു. പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് തൻ്റെ മക്കൾ എപ്പോഴും സന്തോഷിച്ച് ജീവിക്കണമെന്ന് സ്വർഗസ്ഥനായ ആ നല്ല പിതാവ് ആഗ്രഹിക്കുന്നു. തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലരും മറന്നുപോകുന്നത് ആനന്ദം കണ്ടെത്താനാണ്. ജീവിതത്തിലെ തിരക്കുകൾ കാരണം മാനസിക സമ്മർദ്ദങ്ങളും വിഷാദ രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിത്. ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്നിരിക്കുന്ന സമയത്താണ്. ജീവിത പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ കൂടിച്ചേരലിന് കഴിയണം. സ്നേഹത്തിൽ വിരിയുന്ന കുടുംബമാണ് ജീവിതത്തിൻ്റെ ആനന്ദം. നമുക്കായി വചനം പങ്കുവെക്കാൻ നമ്മോടൊപ്പമുള്ള സഹോദരി നന്ദിനി ജോയ്ക്കുട്ടിയെ ഉണ്ണിയേശുവിന് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഓരോ കരസ്പർശവും ആ സഹോദരിയിലൂടെ അനുഭവിക്കാൻ ഇടവരുത്തട്ടെ. വചനമാകുന്ന ഓരോ വിത്തും നമ്മളിൽ ഫലം പുറപ്പെടുവിച്ച് മറ്റുള്ളവരിലേക്ക് വിത്തിനെ എറിയാനും അവരിൽ മുളപൊട്ടാനും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മളിൽ സംഭവിക്കട്ടെ. സഹോദരിയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇല്ലേ ഇതൊക്കെ തലവെച്ചോണ്ടാണ് പോകുന്നത്. രണ്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൃദയവിചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ജ്ഞാനത്തിന്റെ പുസ്തകത്തിന് 1-ാം അധ്യായം അതൊന്ന് വായിക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ 7-ാം വാക്യം: കർത്താവിന്റെ ആത്മാവിനാൽ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, സകലതിനെ ആശ്രയിക്കുന്നത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞു വെച്ചത്, നിന്റെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അതല്ലാത്തതെല്ലാം എവിടെ വരുന്നു? ദുഷ്ടനിൽ വരുന്നു. എന്തുമാത്രം പ്രസക്തിയുണ്ട് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ. മനുഷ്യൻ പറയുന്ന ഓരോ വാക്കും ദൈവത്തിന് മുമ്പാകെയുണ്ട് കേട്ടോ. മറന്നുപോകണ്ട. നമ്മുടെ പാപം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, വലിയക്കാട്ട് പാപം എന്ന് വിഷമിക്കൊന്നും വേണ്ട. ആളുകൾക്ക് കുമ്പസാരിക്കാൻ പാപമില്ല. പാപമേ ആളുകൾക്ക് കുമ്പസാരിക്കാൻ. എല്ലാവരും ഓളത്തിലുള്ള പോക്കാണ് കാര്യങ്ങൾ. ഞാനിപ്പോ എല്ലാ പാപത്തിട്ടാ കുമ്പസാരിക്കട്ടെന്ന് പണ്ട് ഞാനൊരു വീട്ടിലെ ഇളവ് ധ്യാനം നടത്തുന്ന സമയത്ത് ഇളവ് വിസിറ്റ് വിട്ടു വികാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ രോഗികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് കണ്ട് ഒന്ന് കൗൺസിലിംഗ് ഒക്കെ നടത്തി അവരെ കുമ്പസാരത്തിലേക്ക് ഒതുക്കണം. എന്റെ പോലെ ഞാൻ വീട്ടിൽ ചെന്ന് ഒരു ചേട്ടൻ കിടക്കുക, 19 വയസ്സ് പ്രായമുണ്ടായിരിക്കും. ആളിങ്ങനെ കിടക്കുക, കിടത്തിയാണ് നോക്കുന്നത് ഭാര്യയെ. അതപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു. നമ്മളിങ്ങനെ പള്ളിയിൽ നിന്നതാണ്. എന്നാത്തിനാ ഞാൻ പറഞ്ഞിങ്ങനെ നമുക്ക് നോമ്പൊക്കെ വലിയ സമയമാണ്, നോമ്പൊക്കെ വരുമല്ലേ. അപ്പം വികാരിച്ചൻ പറഞ്ഞ എല്ലാവരും നല്ലൊരു കുമ്പസാരിക്കുക. ഈ ചേട്ടൻ കുമ്പസാരിക്കാതെ വികാരിച്ചനെ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു കിടക്കും. കുമ്പസാരിക്കാൻ വരുന്നേ പറഞ്ഞുള്ളൂ. 3-4 വികാരിച്ചന്മാരെ മാറുള്ള വികാരിച്ചനാണ് എന്നെ പറഞ്ഞു വിട്ടത്. അതായത് ഞാൻ ചെന്ന് ചേട്ടനോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, ഇപ്പൊ എത്ര വയസ്സായിരുന്നു എന്നോട്? അതെനിക്ക് 19 വയസ്സേ ഉള്ളൂ. അപ്പം എനിക്കത്ര ഉണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയാം, എനിക്ക് 19 വയസ്സായി.
നീ ഉണ്ടായിട്ട് നിനക്ക് എനിക്ക് 10-30-40 വയസ്സായിട്ടാണ് നീ ഉണ്ടായത്. ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നിനക്ക് അറിയാമോ ചോദിച്ചു എന്നോട്. എനിക്കറിയാൻ വരേണ്ട, ഞാൻ ഇടവക്കാരിയായിരുന്നു. അപ്പം എന്താ പറയാ, ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ടേ 10-15 കൊല്ലമായി. അതേ പറയാ, അദ്ദേഹത്തിന് കടത്തി ഇങ്ങോട്ട് അനങ്ങത്തില്ല കേട്ടോ. കൈ രണ്ടു ഇങ്ങനെ കിടക്കുന്ന ഞാൻ, ഈ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഒന്നിനും രണ്ടിനും പോകുന്ന ഞാൻ, വല്ലൊരു വായു വെള്ളം കോരി ഒഴിച്ച് തന്നാൽ കുടിക്കുന്ന ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് എല്ലാ പാപം ചെയ്തിട്ടാണ് സംസാരിക്കണേന്ന് ചോദിച്ചോട്. ആ വിചാരിച്ചോടുന്ന പോയി പറ, ഞാൻ എല്ലാ പാപം ചെയ്തിട്ടാ തീർന്നു പറ. ഞാനിങ്ങനെ വന്ന് വെട്ടല്ലോ, എനിക്ക് ഇറങ്ങിപ്പോകുന്നത് എങ്ങനെ ഇറങ്ങിപ്പോകും? നല്ലവാക്ക് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെ. നമ്മൾ ചേട്ടൻ നമുക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേനുണ്ട് ഭർത്താവ് ചെറിയൊരു വിഷമം. ഇങ്ങനെ വിഷമമൊന്നുമില്ല കേട്ടോ. ഓരോരുത്തരെ മാനസാന്തരപ്പെടുത്താൻ ദൈവം എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും സമയത്ത് ബാലാമിന്റെ കഴുത സംസാരിച്ചതുപോലെ എന്റെ കാര്യം ബാലാമിനെ മാനസാന്തരപ്പെടുത്താൻ കഴുത മലയാളത്തിലല്ല അവരുടെ ഭാഷയെ പറഞ്ഞത്, ബാലാമിന്റെ ഭാഷയില്. അല്ലാതെ കഴുത പോയിട്ട് ബീച്ചിൽ കേട്ടിട്ടില്ല അവരുടെ ഭാഷയില്. ഓരോ സാഹചര്യത്തില് എനിക്ക് പലരോട് നോക്കുന്നത് എന്നെ വിളിച്ചെങ്കില് എനിക്ക് അങ്ങനത്തെ യാതൊരു സംഭവമില്ല. മലയാളാച്ഛനെ അറിയിക്കുന്നത് ഞാൻ പ്ലാവച്ചനുണ്ട്, വർഗീസ് പ്ലാവൻ. ആ അച്ഛനെ നല്ലപോലെ അറിയാം. കുഞ്ഞിലെ മുതൽ അച്ഛന്മാരുടെ നല്ല അച്ഛൻ. ഇപ്പം ഈ മലയാള സഭയിൽ ഒരുപാട് കളികളെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനത്തെ പറഞ്ഞിരിക്കും. എന്തായാലും അപ്പോൾ സംസാരിച്ചതാണ് ഇങ്ങനെ ഇയാൾ ഈ ഭാര്യ കഴുത്തിൽ വിളിച്ചു ഉപദ്രവിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ ഈ ചേട്ടനോട് സംസാരിച്ച ശേഷം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടായിരുന്നു. അത് പറഞ്ഞു കൊടുത്തു. ഏതായാലും ചേട്ടൻ ബോധ്യമായി. ഈ ചേട്ടൻ എന്ന പരിപാടി എന്നറിയാമോ? ചേട്ടനെ എന്തെങ്കിലും ചേച്ചി അമ്മച്ച് പറയാം. ഇയാൾ കേൾക്കാതെയാ പറഞ്ഞത്. കൗൺസിലിംഗ് പറയാണ്, ഇനി അങ്ങനെ കിടക്കുന്നൊന്നും നോക്കണ്ട സിസ്റ്ററേ, ദൈവം കാണിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ചായ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിടക്കുന്ന ഇടയിലാണെങ്കിൽ കൊടുക്കണം. അത് അങ്ങനത്തെ ഒരു പാകത്തിന് ചൂട്. ചില ചേട്ടന്മാരങ്ങനെ, ചില ചൂടന്മാരാ എങ്ങനെയാ പാകത്തിന് ചൂടല്ലെങ്കിൽ എന്നാൽ ഈ ഓപ്പോളൊന്നും ഉണ്ടാക്കി കൊടുക്കുക അറിയില്ല, കൊടുക്കുന്നില്ല. ഇപ്പൊ പിന്നെ അങ്ങനെ പറ്റിയെന്ന് തോന്നുന്നു. നടത്തുമാർ കഴിയാതെ പഠിപ്പിച്ചിരുന്നാന്ന് ചേട്ടനോട് പറഞ്ഞു, എന്റെ പൊന്നു സിസ്റ്ററെ അവർ ഒന്നും ചെയ്യല്ല, ചങ്കനാടി കൊടുത്ത് ഞാൻ കടന്നു കിട്ടി. അങ്ങനെയൊക്കെ ആയി, കാലം അങ്ങനെ പോയില്ലേ. അതുകൊണ്ട് എന്തിനു പറയുന്നത്, ഈ അച്ഛന്റെ കാര്യം അമ്മച്ചോട് പറയാം. ദിവസം ആ കണ്ട അച്ഛനെ ശരിയാ സിസ്റ്ററെ കടത്തെ പിടിക്കുമെന്ന് ഞാനിങ്ങനെ ചായക്ക് ആളുകളോ പള്ളിയിൽ കഴിഞ്ഞ് പോകാനൊന്നും എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ പിള്ളേര് ജീവിക്കാൻ കുർബാനയിട്ട്. അപ്പൊ അതൊക്കെ കണ്ടു തുടങ്ങിയാ ഞാനിങ്ങനെ നോക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഞാനിതുപോലെ ഈ ചേട്ടത്തിനോട് പറയാം, ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ചായ വെച്ചു. ഞാൻ നോക്കിയപ്പോൾ 10 മണി കഴിഞ്ഞു. രാവിലെ ഞാൻ അങ്ങനെ വായിന്ന് കപ്പപ്പുഴുക്കും നല്ല കുക്കുമീൻ്റെ കറി ഉരുട്ടി കൊടുത്ത് വയറ് നിറച്ച് തീറ്റിട്ടാണ് കിടത്തിയിരിക്കുന്നത്. അങ്ങനെ കഴിച്ചങ്ങോട്ട് ഇറങ്ങി ഇരുന്നിട്ട് പോയി കാണില്ല. അപ്പത്തെ ചായ. അപ്പൊ ഞാൻ മരുമോളൊക്കെ പിടിങ്ങനെ മുഖമൊക്കെ തുടച്ച് ശരീരമൊക്കെ തുടയ്ക്കാൻ നോക്കും. ഞാൻ ചൂടുകളൊക്കെ റെഡിയാക്കിക്കൊണ്ട് വരിക. ചായ ഒഴിച്ചപ്പോൾ ഞാൻ മരുമോളോട് പറഞ്ഞു, മകൻ മരുമോളൊക്കെ ഇങ്ങനെ തിരിച്ചെടുത്ത് തുടയ്ക്കാൻ പറ്റുള്ളൂ, പിള്ളേര് പോകുന്നതിനൊക്കെ തുടയ്ക്കാലോ നോക്കുമ്പോൾ ഞാൻ വെള്ളം എടുത്തോണ്ട് വരുമ്പോൾ ചായ ഒഴിച്ചപ്പോൾ ഞാൻ മരുമോളോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമോളെ ഇച്ചിരി ചായ ഇട്ടുക അപ്പച്ചന് വലിയ കൂടെ തുടയ്ക്കാൻ വിടാൻ. മരുമോൾ നല്ല പെണ്ണാണ്. അവള് പറഞ്ഞു, അപ്പച്ചിൻ്റെ ചായയൊക്കെ വരാമോ? ഞാൻ ചായ കുടിയൊക്കെ നോക്കിയത് ഞാൻ വെള്ളം കൂടിയിരുന്നു. ഇങ്ങനെ മുഖമൊന്നും മരത്തിന് പുറകിലൊന്നും എനിക്ക് തുടയ്ക്കാൻ പറ്റിയില്ല. ഈ മുഖം ഇവിടെയൊക്കെ ഞാൻ തുടങ്ങി പുറകോട്ട് പിള്ളേര് തിരിച്ചൊക്കെ തുടച്ച് അങ്ങനെ സഹായം ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഈ ഏറെ നോക്കുമ്പോൾ ഞാൻ ഈ കട്ടിലേക്ക് കിടക്കുന്നയാളുടെ ഈ തോളിന്റെ വശത്ത് മുട്ടുകുത്തി ഈ പാവച്ച് മുഖവും തലയൊക്കെ തുടയ്ക്കാൻ വേണ്ടി കഴുത്ത് കുത്തി തുടയ്ക്കാൻ വേണ്ടി ഇങ്ങനെ കഴുത്തിൽ ബലവാടി പിടിച്ച് തുടയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയാവും? ആകെ 2 കൈക്ക് വിലയുള്ളൂ. ഒറ്റ പിടുത്തം ചേർത്തി 2 കൈ കൊടുത്തു. ചേർത്തി ശ്വാസം എവിടെയാണ് ഈ ചായാന്ന് ചോദിച്ച് അടിച്ചത്. നോക്കണേ കഥ. സ്റ്റൂളെ വെച്ച് അഗ്നിപാത്രവും ചൂടുള്ളവും ഇവരുടെ കടയിൽ കൊടുത്തിട്ട് താഴെ വീട് വെള്ളം കിടക്കണം. അമ്മച്ചി വീടേന്ന് പറഞ്ഞിട്ട് മരുമോൾ ഓടി വന്നു. അമ്മച്ചിനെ പിടിച്ച് കൊല്ലുവാണെന്ന് പറഞ്ഞു. അവൾ കാറി കെട്ടിയോ വന്നു, അവിടെ കെട്ടിയോ വന്നു. എന്നിട്ട് പറഞ്ഞു അങ്ങനെ
രക്ഷപ്പെടുത്തി അമ്മച്ചിക്ക് ഓക്സിജൻ തന്നെ കൊടുക്കേണ്ടി വന്നു. അമ്മച്ചിയെ കഴുത്തന്നെ കാണിച്ചു, നമ്മുടെ സോളാർക്ക് പോലെ കഴുത്താവും കരിനീല കളർ നല്ല വെളുത്തി അമ്മച്ചി. അങ്ങനെ രണ്ടോടും ഭാഗം ചെയ്യാമോ? പിന്നെ ഞാൻ നടക്കുന്നതാണ് പശ്ചാത്തലിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ എന്താണെന്നുള്ളത് നമുക്കാണ് അറിയാവുന്നത്. ചില ആളുകൾ ഞങ്ങളെ കൗൺസിലിംഗ് ട്രീറ്റ്മെന്റിലേക്ക് വന്നിട്ട് ഞങ്ങളോട് പറയും, പ്രാർത്ഥിക്കുക എന്തോ ഒരു തടസ്സം ഉണ്ട്, ഈ തടസ്സം പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം. ഇത് 6 മണിയാ ഞാൻ ചെയ്യുന്നത്, പ്രാർത്ഥനക്കാരെ ചെയ്യുന്നത് 6 മണിയായിരുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവമുമ്പാകെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ദൈവത്തിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാണല്ലോ. ജോയൽ പ്രവാചകനോട് പറഞ്ഞു വെക്കും, 2:14 പറഞ്ഞു വെക്കുന്നുണ്ട്, നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, നിന്റെ ഹൃദയമാണ്. നീ കിടക്കയിൽ കിടന്ന് കരയുന്നതിന് പകരം നീ ഒന്ന് പശ്ചാത്തപിച്ച് കരഞ്ഞാൽ ദൈവം അത് കേൾക്കും. ഭാര്യ വസ്ത്രമല്ല കീറേണ്ടതെന്ന് പറയുമ്പോൾ ഈ യഹൂദജനത്തിനൊരു പരിപാടിയുണ്ട്, വസ്ത്രം കീറുക. അവരുടെ അനാഥത്തിന്റെ പശ്ചാത്താപത്തിന്റെ ഒക്കെ പ്രതികരണം ചെയ്യുന്നതാണ്. അവിടെ പ്രവാചകനോട് പറഞ്ഞു വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഭാഗ്യമായ പ്രവൃത്തിയിലൂടെയുള്ള പശ്ചാത്താപ പ്രകടനങ്ങളല്ലാതെ ഒരു ആന്തരികമായ ഒരു പരിവർത്തനമാണ് ദൈവം നമ്മളെന്ന് ആഗ്രഹിക്കുക. എന്റെ വാക്കും നടപ്പും ഇരിപ്പും അങ്ങനെയാണ് പറയുന്നത്. ദൈവം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ജ്ഞാനത്തിന്റെ പുസ്തകം തന്നെ 1-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ധ്യാനിച്ച് വായിച്ചു നോക്കണം കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോൾ ഏതാ പുസ്തകം? ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടുന്ന് നമ്മുടെ മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങൾ അറിയും. നിന്റെ വിചാരങ്ങൾ ദൈവം വിചാരണ ചെയ്യും. നിനക്കെതിരെ സാക്ഷി പറയുക ആരാണ്? നിന്റെ ദുർവിചാരങ്ങൾ, അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അവന്റെ ദുർചെയ്തികൾ ദൈവമുമ്പാകെ അവനെതിരെ സാക്ഷിയായി വരും. നമുക്കെതിരെ ആരാ സാക്ഷി പറയുന്നത്? അയൽപക്കത്തെ കത്തായൊന്നുമല്ല, ചായ കഴിച്ചേരടാ, പൊറോട്ട ബീഫും കഴിച്ചേരടാ എന്ന് പറയാൻ വരുന്നതല്ല. നിന്റെ ദുർവിചാരങ്ങൾ, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ എല്ലാം നിനക്കെതിരെ ദൈവം മുമ്പാകെ വിചാരണയ്ക്ക് വന്ന് നിനക്കെതിരെ സാക്ഷ്യം നൽകും. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന് ഒരു നല്ല കുമ്പസാരം, ഹൃദയം തുറന്നിട്ടുള്ള ഒരു കുമ്പസാരം, ഉരുപ്പമായ കുമ്പസാരമല്ല. അവനെ തോണ്ടി മാറി അവിടെ നോക്കി കോക്കറി കുത്തിയൊന്നുമല്ല പറയേണ്ടത്. നമ്മുടെ ചങ്ക് തുറന്ന് നിന്റെ മനോഭാവം. നമ്മളെ കുമ്പസാരത്തിൽ ഞങ്ങൾ സിറോമലബാർ സമയപ്പെട്ട ആളുകളായതുകൊണ്ട് വാക്കാലും പ്രവൃത്തിയാലും വിചാരത്താലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങൾ അല്ലേ? വാക്കാൽ, പിന്നെ എന്നതാ? പ്രവൃത്തിയാൽ, പിന്നെ വിചാരത്താൽ. നിന്റെ വിചാരം നിസ്സാര കാര്യമല്ലോ അത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യഭിചാരത്തെ കുറിച്ച് കർത്താവ് നിർവചിക്കുന്നത് എങ്ങനെയാ? നീ നിന്റെ ഹൃദയത്തിൽ ആസക്തിയോടെ സ്ത്രീയെ നോക്കിയാൽ, പുരുഷനെ നോക്കിയാൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ആസക്തിയോടെ നോക്കിയാൽ വിചാരത്താലുള്ള പാപത്തിന്റെ ഏറ്റവുമായ ഒരു ഉദാഹരണം കർത്താവ് പറഞ്ഞത്. നിന്റെ ഹൃദയത്തിൽ ആസക്തി ഉണ്ടാക്കുന്ന രീതിയിൽ, അവരന് ആസക്തി ഉണ്ടാക്കുന്ന രീതിയിൽ നീ വസ്ത്രം ധരിച്ചു, സംസാരിച്ചു, പെരുമാറി, ജീവിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ തിന്മയായത്, പ്രമാണലംഘനമായത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിചാരത്താൽ വന്നു പോയ പാപങ്ങൾ കുമ്പസാരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തവരെ ഇനി അത് പറഞ്ഞു കുമ്പസാരിക്കണം. അപ്പൊ കുമ്പസാരത്തിന് സമയം കിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുളത്തിൻ്റെ അകത്ത് ഇവിടെയുണ്ടോ? അതിനെ കണ്ട് പഠിക്കണം. ആ വെള്ളം കുടിക്കാൻ പറ്റുന്നതിന് ഒറ്റ പോക്ക. ഇതുപോലെ ആളുകൾ സംസാരിക്കുന്നത് അച്ഛനവിടെയാണോ ഒറ്റ കയറ്റം, പിന്നെ അതോടി ഉള്ളു തുറക്കുന്നേയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ, വിചാരങ്ങൾ നിനക്കെതിരെ, ദുർവ്യാപാരങ്ങൾ നിനക്കെതിരെ സാക്ഷിയായി വരാതിരിക്കാൻ തക്കവണ്ണം ആ ദുർവ്യാപാരങ്ങളെ
അല്ലെങ്കിൽ അതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. നിന്റെ ജീവന്റെ വിലയാണ് കൊടുക്കേണ്ടത്. കൊറോണയിൽ രക്ഷപ്പെട്ടു, വാക്സിൻ എടുത്തു, രക്ഷപ്പെട്ടു, അങ്ങനെ രക്ഷപ്പെട്ടു. പ്രളയം വന്ന് പത്തനംതിട്ട മുങ്ങിപ്പോയില്ലേ, അല്ലേ? നമ്മൾ രക്ഷപ്പെട്ടു. എപ്പോഴാ രക്ഷപ്പെടുന്നത്? വീട്ടിലെത്തുമ്പോഴാട്ടോ രക്ഷപ്പെട്ടതെന്ന് അറിയുന്നത്. അപ്പൊ ചക്കിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. നല്ല കുമ്പസാരം ഓർമ്മയോടുകൂടെ നടത്തുക. നല്ല കുമ്പസാരം, മരിക്കാൻ പോകുന്നതിന് മുമ്പുള്ള കുമ്പസാരം പോലെ. കുമ്പസാരത്തിന് വലിയ അർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത് വരുന്നുണ്ടോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രമാണ കാര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ വഴിയായി, പ്രാർത്ഥന വഴിയായിട്ടൊക്കെ കിട്ടിയിരിക്കുന്ന അറിവാണ്. നിങ്ങൾ അങ്ങനെയല്ല, അടിസ്ഥാനപരമായിട്ട് വേദോപദേശമൊക്കെ ഞാൻ പറഞ്ഞതിൽ തെറ്റൊക്കെ നിങ്ങളത് ക്ഷമിക്കണം, അല്ലാതെ അതുകൊണ്ട് ഘോഷിക്കുന്നല്ല ചെയ്യേണ്ടത്. എന്തെങ്കിലും തെറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് അറിവ് എന്നോട് പറയാം, സിസ്റ്റർ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ഞങ്ങളുടെ സഭയിൽ എനിക്കൊരു കുഴപ്പമില്ല, അറിയാമെങ്കിലല്ലേ നമുക്ക് നമ്മളെ ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ വ്യാപരിക്കുമ്പോൾ നിസ്സാരമായിട്ട് ഇനിയൊന്നും കരുതരുത്. ജീവിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ കയ്യിൽ ചെന്ന് വീഴുന്നത് ഭയാനകമെത്രേ. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, ബൈബിളിലെ വചനമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുമ്പസാരത്തെ പറ്റി വലിയ ബോധ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ കുമ്പസാരത്തെ പറ്റി എനിക്ക് അങ്ങനെ ഒരു ബോധ്യമില്ലാതെ എന്നെ ദൈവം ബോധ്യ തലത്തിലേക്ക് കൊണ്ടുവന്നൊരു അനുഭവം പറയാം. ഒരു അമ്മച്ചി എനിക്ക് നല്ല പരിചയമാണ്. നല്ല പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-30 വർഷമായിട്ട് എനിക്ക് അമ്മച്ചിയായിട്ട് നല്ല പരിചയം. അമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വീട്ടിൽ ചെന്നാലും അവിടെ ഒരു കലക്കം ഉണ്ടാക്കിയിട്ട് 35 എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മക്കളെ, ഭർത്താവിനെ സായികെട്ട് കെട്ടിയോ പോയി ആത്മഹത്യ. അമ്മച്ചിയുടെ എൻ്റെ കാരണം ഈ അമ്മച്ചിയുടെ വാക്കും പെരുമാറ്റവും കാരണം അസാധുവായ വിശുദ്ധരായ മനുഷ്യനായിരുന്നു കെട്ടിയത്. ഒരു ആത്മഹത്യ സഹിക്കാൻ പറ്റില്ല. എന്നും കുട്ടിച്ചോദ്യത്തിന് ആളുകൾ വരികയോ ഭയങ്കര പ്രശ്നമല്ലേ. ഒരു പെണ്ണുള്ള ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ചേർത്തി സൂക്കേടായി പ്രമേഹ പ്രശ്നമൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. ചേർത്തിക്ക് ഭയങ്കര പ്രമേഹം കൂടി, ഷുഗർ താഴ്ന്നു, പ്രഷർ കയറുന്നു, അങ്ങനെയൊക്കെ വന്ന് ആള് കിടപ്പിലായി, ബോധമൊന്നുമില്ല, മൂക്കിലൂടെ ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു തീവ്രമായ കഷ്ടതയുടെ സ്റ്റേജ് വന്നു. വായിക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി എല്ലാ ശുശ്രൂഷയെ സഹായിക്കുകയൊക്കെ ചെയ്യാനൊക്കെ പോകാറുണ്ട്. എനിക്ക് എനിക്ക് എല്ലാ മക്കൾക്ക് തന്നെ മറ്റുള്ളവർക്ക് തന്നെ ഭയങ്കര വിഷമമാണ്. പിന്നെ വായുടെ മണം കാരണം എൻ്റെ പൊന്നോ, ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, കർത്താവിൻ്റെ വചനം എത്ര സത്യമോ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. ഈ നടക്കുമുള്ള സെന്റ് പൂശി ക്ലോസപ്പ് കൊണ്ട് വല്ല ചിരിച്ചു കിടക്കുന്നൊന്നും കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അങ്ങ് ദൈവം കിടന്നു കഴിയുമ്പോഴുള്ള കളി മാറും. കർത്താവിൻ്റെ വചനം പറയുന്നത് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവര് വ്യാജമാണ് പറയുന്നത്, സത്യമല്ല എന്ന്. ഈ അമ്മച്ചിയെ പറ്റി ഒരു 100% അങ്ങനെയായിരുന്നു. എൻ്റെ പോയ ദുർഗന്ധം കാരണം ദൈവം ഞാനൊരു ഹോസ്പിറ്റൽ ഫീൽഡിലായതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ചെയ്തു കൊടുക്കുന്നു, എന്നെ കൂടെ പറ്റുന്ന പോലെ. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തൊക്കെ ഭയങ്കര സംസാരിക്കാൻ വരുന്ന ദിവസം ഫോഴ്സസ് കൊണ്ട് വരിക നല്ലൊക്കെ ക്ലീനാക്കി ഞാനെല്ലാവരും കയ്യാൽ തുണിയൊക്കെ ചുറ്റിയൊക്കെ ക്ലീനാക്കി കൊടുത്തു. ഛർദ്ദിച്ചു പോകും. 2 പോയാലും മാത്രം ദുർഗന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും എൻ്റെ ദൈവം ഈ വായു കുറിച്ച് ഇങ്ങനെ ഒറ്റ കിടപ്പാണ്. ഉള്ളിൽ ഒരു മനുഷ്യന് കിടക്കാൻ പറ്റില്ല. പുറത്ത് ഒരു ദിവാൻ കൊണ്ടിട്ട് അവർ മകൾ കിടക്കുന്നത് തന്നെ അനിയത്തി. എന്തിനു പറയുന്നു ഈ അമ്മച്ചിയെ? അവിടെ ആ പള്ളിയിൽ വികാരിയച്ഛൻ വന്ന് സംസാരിപ്പിക്കുക. വേറെ ആഗ്രഹമൊന്നും അല്ല കേട്ടോ. വികാരിയച്ഛനൊക്കെ ദൈവം കൊടുത്ത് അധികം മാത്രം പറഞ്ഞാൽ ഞാൻ അതിനെ അതിശയിപ്പിച്ച ഒരു കാര്യമില്ല. ഈ അച്ഛൻ വന്ന് ഒടുക്കത്തെ പ്രശ്നം കൊടുക്കാനായിട്ട് രോഗിയിലേക്ക് കൊടുക്കാൻ വേണ്ടി വന്നു. ഈ അമ്മച്ചി കിടക്കുക, ഒരു ബോധമില്ല. അന്തവല്ല വന്നത് വികാരിയച്ഛനാണെന്നോ കൊടുക്കുന്ന ഒപ്രശ്മിയാണെന്നോ ഒന്നും. അന്നെല്ലാം മാറി വായെല്ലാം കുളിച്ച് ഒരേ കിടപ്പാണ്. ഒരു മാസം കൊണ്ട് അഴുകിയ പോലെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവോ, അച്ഛൻ ഒപ്രശ്മിയും കൊടുത്തു, അതിന് കുർബാനയും കൊടുത്ത്, അമ്മച്ചിക്ക് വിശുദ്ധ കുർബാനയും കൊടുത്ത്, വായിൽ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിപ്പിച്ചു കൊടുത്ത്, ഈ ചൂട് എടുക്കുമല്ലേ എന്നാൽ പോലെ ഇതെല്ലാം കൊടുത്ത് കുറേ നേരം അച്ഛനവിടെ നിന്ന് കുർബാന അലിഞ്ഞ് ഇറങ്ങി എല്ലാം പോകുന്നോടം വരെ അച്ഛനവിടെ എഴുതാൻ കൊടുക്കുന്നു. സഹിച്ച അച്ഛൻ വിശുദ്ധനായ അച്ഛൻ എത്ര നേരം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുർബാന നനച്ച് അച്ഛൻ അമ്മച്ചി കുർബാനയെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറി. ആ അമ്മച്ചിയുടെ വായിക്കും മരിക്കുന്നോളം വരെ ദുർഗന്ധമില്ലായിരുന്നു. അതിനുശേഷം കൈയടിച്ച ദൈവത്തെ മാത്രം പ്രത്യേകിച്ച്
ആരൊക്കെയാണ് മഹത്വത്തിനായിട്ട് വരിക നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നമുക്ക് ദൈവം ഇത്രയും വലിയൊരു ചാൻസാണ് തന്നിരിക്കുന്നത് അല്ലേ? അത് നിസ്സാരമാക്കരുത്, ഇത് നിസ്സാരമാക്കരുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞു, കുമ്പസാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല. എൻ്റെ പാവം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെട്ടു. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെടും. അവിടെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുമ്പസാരത്തിൽ ഒരുങ്ങുക. നിന്റെ ഹൃദയമാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്റെ കുർബാനയ്ക്ക് നിങ്ങൾ പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ഇടങ്ങളും പരിശോധിച്ച് നോക്കണം. വിചാരങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം അടുത്ത വചനത്തിൽ ദൈവം പറഞ്ഞു വെച്ചിരിക്കുക, നിന്റെ മുറുമുറുപ്പ് പോലും അവിടുത്തെ ദൃഷ്ടിയിൽ വരുന്നതാ. മുറുമുറുപ്പപ്പെടാത്ത ഒരാളെ കൊലിപ്പോയിട്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിന്റെ കാര്യം പറഞ്ഞാണ് നല്ലത്. ഭർത്താവിനോട് കലിപ്പായിട്ട് ചേർത്തിരിക്കുക, ഇടത്തി കഞ്ഞി വെക്കുന്നു, കറി വെക്കുന്നു. എങ്ങനെയാ ഇടത്തി കറി വെക്കുക, കഞ്ഞി വെക്കാം? പിന്നെ ഇവരുടെ പള്ളിയിൽ കുടുംബത്തിൽ കയറി എന്നെ പറഞ്ഞാൽ മതി. എൻ്റെ ദൈവം, എനിക്ക് എത്ര പേര് എന്നെ കല്യാണം പെണ്ണ് കെട്ടാൻ വേണ്ടി വന്നതായിരുന്നു, മനസ്സിൽ ഞാൻ പെട്ടല്ലോ എന്നെല്ലാം പറഞ്ഞിങ്ങനെ. ഇതൊന്നുമല്ല, ഞാൻ പിന്നെ ഈ പരിശുദ്ധമായ വേദി ഇരുന്നുകൊണ്ട് ഈ ചുരുളി സിനിമയിലെ ഡയലോഗ് പറയത്തല്ലോ എന്ന് ഉറപ്പിച്ചാൽ മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിർവൃത്തോണ്ടാണ് നമ്മുടെ ആള് വരുമ്പോഴോ ഭയങ്കര ചിരി വർത്താനം, നിന്റെ രഹസ്യ പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടായിരിക്കും. പല വികാരിച്ചന്മാർ പറയും, പള്ളിയുടെ മുറ്റത്തൊന്നും വർത്താനം പറയില്ലേ, ഈ രഹസ്യ പറച്ചിൽ എന്താ? പള്ളി കുർബാന സ്വീകരിക്കുമ്പോൾ അടുത്ത ചേട്ടത്തിന് ചെവി ഇതൊക്കെ പറഞ്ഞാലും പിന്നെ കാണിക്കുന്ന പരിപാടിയുണ്ട് അല്ലേ? ചേട്ടന്മാർക്ക് അത്ര വലിയ കുഴപ്പം ഞാൻ കണ്ടിരിക്കുന്നത്, ഇത്രയും കാലത്തെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നതാണ്. ഈ ചെവിട്ടിലോട്ട് ഈ പള്ളിക്കകത്തൊന്നും കുറ്റം പറയില്ല, ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രഹസ്യ പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടായിരിക്കും. അടുത്ത വചനം പറയുക, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിച്ചു കളയുന്നു. എന്നറിയാൻ പാടില്ല, ഞാനും കൂടി നല്ല അഭിഷേകമായിരുന്നു. ഇപ്പൊ അങ്ങനെ വലിയ അഭിഷേകമൊന്നും ഇല്ല. അഭിഷേകം ചോർന്നു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്താ പിള്ളേരെ? നുണ പറയാൻ. നുണ പറയുമ്പോൾ എന്ത് സംഭവിക്കും? നുണ പറയുമ്പോൾ പിശാച് നുണയരുടെ പിതാവാണ്. പിശാച് ആരാണ്? നുണയരുടെ പിതാവാണ്. അപ്പോൾ വീട്ടിൽ കലകവും പ്രയാസം അങ്ങനെയാണോ അല്ലേ? ഒരു കലകവും എന്നും പറഞ്ഞ ഒന്നും സമാധാനമില്ല സിസ്റ്ററെ, കെട്ടിയവനെ കൊണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ല, കെട്ടിയോക്ക് ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലാകുന്നില്ല സിസ്റ്ററെ, ഞാൻ ചക്കാന്ന് പറയുമ്പോൾ പിള്ളേര് കൊക്കെന്നാണ് പറയുന്നത്. ഒരു തരത്തിന് കുടുംബത്തിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നത് ഒരു അടക്കുന്ന ആളുകൾ ചത്താരോ ഞാൻ വിചാരിക്കും. കൊറോണയായി ലോക്ക്ഡൌൺ കൂടെ വന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നില്ലല്ലോ വീട്ടിൽ നിന്ന്. മനസ്സിന് പിരിമുറുക്കോ, എന്തിന് ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്നാ പറഞ്ഞാലും മനസ്സിലാകുകയില്ല, എന്നാ പറഞ്ഞാലും മനസ്സിലാകുകയില്ല. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കിടന്ന് പിരിമുറുക്കമാണ് അവർക്ക്. കുടുംബത്തിൽ വഴക്ക്, വയ്യാവേലി. എന്താ കാര്യം? കാര്യം അത്ര ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, നമുക്കറിയാം സാധാരണ കലകം പ്രയാസം കൊണ്ടിരുന്നത് അല്ലേ? ആണോ? അല്ലെ? ദൈവം ചെയ്യുമോ? ഇല്ല. ഈ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് അതൊരു സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പായ ഒരു നുണ കാര്യം, കൊറോണയൊക്കെ ആയാൽ പണിക്ക് പോകാൻ പറ്റിയില്ല, ഒരാൾക്ക് 2000 കൊടുക്കാണ്ടായിരുന്നു. ആള് വരുന്നതാണ് ഇവിടെ കൊച്ചുങ്ങളോട് പറഞ്ഞു, ചേട്ടൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞു മമ്മി ഇവിടെ ഇല്ല, കപ്പയ്ക്ക് വീട്ടിൽ കപ്പ ഉണ്ടോ കയറത്തില്ല. ഏതായാലും ഞാൻ വീട്ടിൽ പറഞ്ഞാൽ മമ്മി അടുത്ത അവസ്ഥയ്ക്ക് പോയിരുന്നു. കൊച്ചു വന്നതേ പറഞ്ഞു മമ്മി ഇവിടെ ഇല്ല കേട്ടോ, ചേട്ടൻ പോയി. നുണയായോ? നിലനിൽപ്പിന് വേണ്ടിയാണെങ്കിൽ നുണയാണ്. ഈ ചേട്ടത്തി നുണ പറഞ്ഞ് കൊച്ചായി ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേലിക്ക് നിന്നാലും പുറത്തു നിന്നാലും നമ്മുടെ ഹൃദയത്തിന് പുറത്തു നിന്ന സാത്താന് കാര്യം മനസ്സിലായി. അഴിക്കാടൊന്നും വേണ്ട, എൻ്റെ മോള് തന്നെ. ഒരപ്പം വീട്ടിലേക്ക് കയറി ഒരു ഇറങ്ങി പോകാൻ പറയാൻ പറ്റുമോ? ഇത്രയും പ്രാർത്ഥന സുഖമുള്ള നിങ്ങൾ ആരും പറയുമോ? എല്ലാ കുർബാനയ്ക്കും കുർബാനയെ സ്വീകരിക്കുന്നത് നിങ്ങൾ പറയുമോ? സാധാരണ അപ്പം വീട്ടിലോട്ട് കയറി അപ്പാ എൻ്റെ വീട്ടിലോട്ട് കയറണ്ട എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ വരുന്നുണ്ട് നമ്മൾ വീട്ടിൽ കയറി വീട്ടില്ല, അപ്പം വന്നോട്ടെ
ആത്മീയ പിതാവായിട്ട് ആരാ വന്നത്? അതിന്റെ പിതാവായ അഭിശാചി വന്നു. ചുരുക്കത്തിൽ പറഞ്ഞ 5 പേരും വീട്ടിൽ നുണയെന്ന് പറഞ്ഞാൽ 5 വീട്ടുകാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, 5 പേരുന്നുണ്ട്. അവിടെ എത്ര പേര് കൊടുക്കുന്നു? എക്സ്ട്രാ റേഷൻ കാർഡിലില്ലാത്ത 5 പേരും കൂടെ വന്നു. അങ്ങനെ 10 പേരാണ്. വഴക്കുണ്ടാവോ ഇല്ലയോ? വഴക്കുണ്ടാവോ ഇല്ലയോ? ഇത് പാവപ്പെട്ട വികാരിയച്ഛന്മാരെ വെച്ചുകൊണ്ട് വന്ന് അച്ഛന്മാരെ രാജകുമാരെ കൊണ്ടുവന്ന് ഈ വെള്ളമുള്ള വെള്ളമെല്ലാം വെച്ചിരിച്ച് തളിക്കല പരിപാടി ചേട്ടത്തിക്ക് ചേട്ടനല്ലേ. അവിടെ അട്ടപ്പാടി പോയി കൊണ്ടുവന്ന വെള്ളം, പിന്നെ ആക്കര പോയി കൊണ്ടുവന്ന വെള്ളം, വിശുദ്ധജലേ പുളി വാട്ടർ, പിന്നെ മാർപ്പാപ്പ വെച്ചിരിച്ചാന്ന് പറഞ്ഞൊരു സിസ്റ്റർ കൊടുത്തതാ. എന്നും നല്ലവണ്ണം ചേട്ടത്തി തിരിച്ച് തളിച്ചോളെ. ഈ വെള്ളമെല്ലാം തളിച്ച് ഞാൻ ഇവിടെ ധ്യാനിക്കാൻ പോയപ്പോഴാണ് ഒരു ചേട്ടൻ വയസ്സായുള്ള ധ്യാനം നടക്കുമ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറയാം, എൻ്റെ പൊന്നു സിസ്റ്ററെ, സിസ്റ്റർ പറഞ്ഞത് സത്യമാണ്. അന്നാമളം തളിച്ചപ്പോൾ വെയിലിൻ്റെ തലയുടെ ഉള്ളിൽ വരുന്ന ഓറ അന്നാമളം വന്ന എനിക്ക് തോന്നുന്നു. അതുപോലെ തളിക്കുന്നതെന്ന് തോന്നുന്നു. എന്നിട്ടും കുടുംബത്തിലൊരു സമാധാനം സ്വസ്ഥതയും ഇല്ല. ഇല്ലാത്തതിന് കാരണം എന്നതാണ്? നമ്മുടെ നാക്ക്. ക്രൈസ്തവം. അപ്പോൾ പ്രവൃത്തിയാൽ വാക്കാലുള്ള പ്രവൃത്തി നിങ്ങൾക്കറിയാം. കാലമായി ധ്യാനം കൂടി കേട്ടോണ്ടിരിക്കുക അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ മോഷണത്തെ പറ്റി വല്ലതും പറഞ്ഞ കാര്യമുണ്ടോ? എടുക്കുമ്പോഴേക്കും പറഞ്ഞില്ല മോഷണമാണ്. ഇല്ലേ? വ്യഭിചാരം ആർക്കറിയാൻ മേലാത്തത്? അത് ഞാൻ പറയേണ്ട കാര്യമേ ഇല്ല. ഈ കൊച്ചുപിള്ളേരൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരെ രസം പോലെ എഴുതി വളരെ ഡോക്യുമെന്ററി ഉണ്ടാക്കി. പ്രൈസലോ ഇതിനൊന്നും ആവശ്യമില്ല. പക്ഷേ നിന്റെ വാക്ക് ആളൊന്ന് തൂക്കി അല്ലേ ഉപയോഗിക്കുക. കർത്താവ് പറഞ്ഞ പ്രഭാഷണ പുസ്തകത്തിൽ ഒരു വാതിലും കൂട്ടുമൊക്കെ വെക്കുന്നത് നമ്മൾ വെക്കാതെ എന്ത് സംഭവിച്ചിരിക്കും? ഞാനിത് തന്നെ കൂട്ട് വെച്ചില്ലേ? ഇതിനേക്കാളും കൂട്ട് വരാതിരിക്കുന്നു കേട്ടാ. അവിടെ സൂക്ഷിച്ച് മുസ്ലിമിലുള്ള ഒരു സഹോദരി എന്നോട് പറഞ്ഞു, കൊറോണ വന്നതിന് ശേഷം താടിയിൽ അനങ്ങുന്നില്ല. താടിയില് ഇത് വെച്ചാൽ മട്ടാൻ പറയാലോ, താടിയൊക്കെ അനങ്ങിയില്ലെങ്കിലും ഇവനുണ്ടല്ലേ ഈ കൊറോണ എവിടെ പിടിക്കുന്നെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? കണ്ടിട്ട് പോലുമില്ല ആശാന്. പറയുന്നുള്ളൂ എന്നാ റംബൂട്ടാൻ പോലെ ഇരിക്കുന്നത്. സംഭവം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ റംബൂട്ടാനെ? കൊറോണ റംബൂട്ടാനെ കണ്ടോ? നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. എന്നെ വാച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ട് എന്തേലും ആട്ടെ. ഞാൻ പറഞ്ഞു വരിക ദൈവത്തിന്റെ മുൻപിലാണ്. നിന്റെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിക്കോട്ടെ. അല്ലാത്തതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു. അങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്കാണ് നാം വരേണ്ടത്. റോമാലേഖനത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വായിക്കുക 13-ാം അധ്യായത്തിന്റെ 15 മുതൽ വാക്യങ്ങളിൽ പറയും, ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട്. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. കാലത്തിന്റെ പ്രത്യേകത അറിയണം. എന്താ കാലത്തിന്റെ പ്രത്യേകത? കർത്താവ് പറഞ്ഞു, കാലത്തിന്റെ പ്രത്യേകതകൾ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? എന്താ കാലത്തിന്റെ പ്രത്യേകത? നിങ്ങൾ കിഴക്ക് ചുമന്നു വരുമ്പോൾ പറയും വേനൽക്കാലമായാലും മഴ വരുന്നു, അല്ലെങ്കിൽ അഗ്നിമരം തളുക്കുമ്പോൾ നിങ്ങൾ പറയും വേനൽക്കാലമായെന്ന്. ഈ കാലത്തിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഈ കാലത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. കാലം ദുഷിച്ചതാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 14 പറയും, കാലം ദുഷിച്ചതാണ്. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യുന്ന കാലം ആണോ? ജനത്തെ നല്ല മാർഗത്തിലേക്ക് നയിക്കേണ്ടവർ പോലും ജനത്തിന് ദുർമാതൃക നൽകുന്ന കാലം. മക്കളെ കൊന്ന് അമ്മമാരിറങ്ങിപ്പോകുന്ന കാലം. ഭാര്യയും മക്കളെ വെട്ടിക്കൊന്ന് അപ്പന്മാരിറങ്ങിപ്പോകുന്ന കാലം. കാലം ദുഷിച്ചതാണ്. 6 മാസം പോലും ആകാത്ത പെൺകുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെയും പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾക്ക് ഉപയോഗിച്ച് കീറിപ്പറിച്ചു കൊല്ലുന്ന കാലം. കാലം ദുഷിച്ചതാണ്. കാലം ദുഷിച്ചതാണ്. ഈ കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നാം ജീവിക്കുവാൻ. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ
ഞാനും എൻ്റെ ജോയിച്ചേട്ടനും കൂടെ ഇരുന്ന് പറഞ്ഞു, അതൊക്കെ ചൈനയിൽ തന്നെ. ഇന്ന് എൻ്റെ ജോയിച്ചേട്ടൻ 3 മാസമായി മണ്ണിൻ്റെ ഇടയിൽ. വുഹാനിൽ നിന്ന് ചാലക്കുടി വരാൻ അധികം ദൂരമൊന്നും തുറന്ന് എടുത്തില്ല പ്രിയപ്പെട്ടവരെ. ഒന്നും കൊണ്ടുമില്ല, ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. നോക്കുക, എപ്പോഴും ഉണ്ടാകുന്ന ഫോൺ കയ്യിൽ, ആ ഫോൺ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു, മാഗി എനിക്ക് ഈ ഫോണൊന്നും വേണ്ടതാണ്, എനിക്ക് ഇച്ചിരി ഓക്സിജൻ കിട്ടിയാൽ മതി. ഐശ്വര്യം ഞാൻ കാണാൻ വിളിച്ചു. എൻ്റെ ഹൃദയം തകർക്കുന്ന ഒരു കഥയെ കാഴ്ചയാക്കുന്നത്. കണ്ടെത്തി കിടത്തിയിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, മാഗി നീ എല്ലാം കൊടുത്തിട്ടാണ് എനിക്ക് ഓക്സിജൻ മേടിച്ചു തരാം. എനിക്ക് ഓക്സിജൻ മാത്രം മതി മാഗി. ഓക്സിജൻ എൻ്റെ ചങ്കിലൊരു വേദനയാണ്. ഞാൻ കരയുന്നില്ലെന്നേ ഉള്ളൂ, കരഞ്ഞ എന്നെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ സമയങ്ങളിൽ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച ഈ ധ്യാനത്തിനുള്ളത് ഒരാഴ്ചയായി ദൈവത്തോടെ ചോദിക്കുക, പ്രസംഗിക്കുമ്പോൾ ഞാൻ കരയരുതെന്ന്. ബഹുമാനപ്പെട്ട പതികളച്ചൻ പറഞ്ഞു, അതിന് നീ ഡിഗ്രി ക്ലാസ് എടുക്കാൻ കാരണം 41 കഴിഞ്ഞ് 42-ാം ദിവസം അച്ഛൻ 41 കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോളെ നീ പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ വൈകില്ല. ചോദിച്ചാൽ അച്ഛാ ഡിഗ്രിയുടെ സ്റ്റേജിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ അങ്ങേ സൈഡിൽ എൻ്റെ ഭർത്താവ് ഉണ്ടാകും. ഒരു ജർമ്മനെ വിളിച്ച് എൻ്റെ പ്രസംഗം അഭിഷേകത്തിലാകാൻ എൻ്റെ ഭർത്താവാണ് എന്നെ പരിചയപ്പെടുത്തുക. അവസാനം എൻ്റെ ഭാര്യയാണെന്ന് എന്നെ പരിചയപ്പെടുത്തും. അപ്പോൾ അതൊക്കെ ഓർമ്മ എനിക്ക് പറഞ്ഞു. ഞാനൊന്നും കൂടിയിട്ട് ഞാൻ വരാം. ഇവിടെ ഞാൻ വന്നത് കാരണം എൻ്റെ ഭർത്താവിനെ നോക്കേണ്ടതായ ആ സാഹചര്യം ഇപ്പോൾ എനിക്കിടയില്ല. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, കാലം ദൂഷിച്ചതാണ്. വുഹാനിൽ നിന്ന് ലോകം മുഴുവനിലേക്കും ഈ മരണത്തിൻ്റെ നീല നിലാവൊളി തൂകുന്ന രാവിൽ തൂമഞ്ഞു പെയ്യുന്ന പാതിരാവിൽ മാലാഖമാരുടെ മാണിക്യ വീണയിൽ മാധുര്യഗീതം മുഴങ്ങുകയായി. ഗ്ലോറിയ ഗീതം, ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ ഇൻ എക്സെൽസിയസ് ദേവോ. താരങ്ങൾ പുഞ്ചിരി തൂകി നിരന്നു ലോകത്തിനാനന്ദമായി. താരങ്ങൾ പുഞ്ചിരി തൂകി നിരന്നു ലോകത്തിനാനന്ദമായി. ഇടയന്മാർ വേഗത്തിൽ പുൽക്കൂട്ടിലെത്തി വിണ്ണിൻ്റെ നാഥനെ കണ്ടു. ഇടയന്മാർ വേഗത്തിൽ പുൽക്കൂട്ടിലെത്തി വിണ്ണിൻ്റെ നാഥനെ കണ്ടു. ഗ്ലോറിയ ഗീതം, ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ ഇൻ എക്സെൽസിയസ് ദേവോ. പൊന്നും മീറയും കുന്തിരിക്കവുമായി രാജാക്കൾ കാഴ്ചകളേകി. പൊന്നും മീറയും കുന്തിരിക്കവുമായി രാജാക്കൾ കാഴ്ചകളേകി. കുഞ്ഞിളം ചുണ്ടിൽ പുഞ്ചിരി തൂകി വിണ്ണിൻ്റെ നാഥനമുണ്ണി. കുഞ്ഞിളം ചുണ്ടിൽ പുഞ്ചിരി തൂകി വിണ്ണിൻ്റെ നാഥനമുണ്ണി. നീല നിലാവൊളി തൂകുന്ന രാവിൽ തൂമഞ്ഞു തൂകുന്ന പാതിരാവിൽ മാലാഖമാരുടെ മാണിക്യ വീണയിൽ മാധുര്യഗീതം മുഴങ്ങുകയായി. ഗ്ലോ
ഇന്നത്തെ ചോദ്യം ദൈവത്തിൽ നിന്നും ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9562113811. ഉത്തരങ്ങൾ ഇന്ന് 5 മണിക്ക് മുൻപായി അയക്കേണ്ടതാണ്. ചോദ്യം ഒരിക്കൽ കൂടി, ദൈവത്തിൽ നിന്നും ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.